ഹായ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ചുറ്റുമുള്ളവരെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്കപ്പോൾ അവരോട് പറയാം, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ സംസാരിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇതൊക്കെ ശരിയായിരിക്കും, പക്ഷേ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സൊന്നും ആർക്കും ഉണ്ടാവില്ല. പലപ്പോഴും അവർക്കത് ഈഗോ ആയിരിക്കും. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവരുടെ മുന്നിൽ എന്തോ താന്നു പോകുന്ന പോലെ, പലർക്കും പല ഈഗോ കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു താല്പര്യം കാണില്ല. അത് പല റിലേഷൻഷിപ്പിലും, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, പേരൻസിനായിക്കോട്ടെ, പേരൻസിൻ്റെ കയ്യിൽ നിന്നും ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും. അവർ മക്കളെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നൊന്നുമില്ല. ആ ഒരു പെയിൻ കൊണ്ട് തന്നെ അവർ പല സ്ഥലത്തും കരിയറിലോ പല സ്ഥലത്തും ഒക്കെ ഫെയിലിയർ ആയി പോകാം. അപ്പം ഒരിക്കലും മക്കൾക്ക് പാരൻസിനെ വിളിച്ചിരുത്തി ഇങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക പാരൻസും അംഗീകരിക്കത്തില്ല. കാരണം അവരുടെ ഒരു ചിന്താഗതിയിൽ അവർ ചെയ്യുന്നതൊക്കെ ശരി എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു യൂത്തായിട്ടുള്ള പേരൻസൊക്കെ കൂടുതലും മക്കളുമായിട്ട് കുറേ മിങ്കിൾ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം അതിന് ഒത്തിരി മീഡിയാസ് വഴി ഒത്തിരി അറിവുകളും പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ്, അവരറിയാൻ ശ്രമിക്കുന്നുണ്ട്. വായിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വീഡിയോ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ആഗ്രഹമുണ്ട് അറിയണം എന്നുള്ളത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലരുടെയും ചിന്തകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ആൾക്കാരൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്, പലരും ഒരു വിഷമം, അതായത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പം പലർക്കും ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസൊക്കെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ ഇറങ്ങി ഡീൽ ചെയ്യേണ്ടതൊക്കെ വരും. നമ്മൾ ആ സമയത്ത് നെഗറ്റീവ് എനർജിയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും, അല്ലേ? പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഞാൻ അതിനകത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ അയൽപക്കത്തൊക്കെ പോയി അരമണിക്കൂറും 1 മണിക്കൂറും 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലപ്പോഴും ഒന്നും പോകുന്നതിനല്ല, സ്ഥിരമായിട്ട് അങ്ങനെ പോയിട്ട് ഈ പരദൂഷണങ്ങൾ മാത്രം പറയുന്ന അതെനിക്ക് തോന്നുന്നു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഉള്ളവരെ എല്ലാം അങ്ങനെ ആ ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ ആ ഒരു രീതിയൊക്കെ മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ സംബന്ധമായിട്ടാണ് പറയുന്നത്. നമുക്ക് ആ ഒരു സമയമൊക്കെ നമ്മുടെ മെഡിറ്റേഷന് വേണ്ടി, നമ്മുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു സമയം എന്താ വെച്ചാൽ നമ്മൾ ആരോട് സംസാരിക്കേണ്ട, മിണ്ടണ്ട എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കേണ്ടി വരുന്നത്. പലപ്പോഴും ചില എക്സ്ട്രാ മാരിറ്റൽ അഫെയർസൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള പെയിനിൽ നിന്നായിരിക്കും. ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഒരു ഹസ്ബൻഡ്, അപ്പം ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ എന്താ ആഗ്രഹിക്കുക? ഭർത്താവിൻ്റെ കംപ്ലീറ്റ്ലിയുള്ള ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ടാണല്ലേ. അപ്പം ഇതൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഒരു സാന്ത്വനമായിട്ട് എത്തുന്ന, അല്ലെങ്കിൽ എക്സ്ട്രാ കെയറിങ് ഒക്കെ കാണിച്ചിട്ട് വരുന്നൊരു ഫ്രണ്ട് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവരിലേക്ക് ഈ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടായി പോകും. അവർ വിചാരിക്കും ഈ കാണിക്കുന്ന കെയറിങ്ങും ഈ കാണിക്കുന്ന ഒരു പാമ്പറിങ്ങൊക്കെ ആണ് ശരിക്കും അവരെന്നുള്ളത്. പക്ഷേ അല്ല, അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കരുത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നമ്മുടെ ഹസ്ബൻഡുമായിട്ട് ഉള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടിയ മുറിവുകൾ അല്ലെങ്കിൽ ആ ഒരു പെയിനൊക്കെ മറക്കാനായിട്ട് വേറൊരാളെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരാളെ ഓപ്റ്റ് ചെയ്ത് പോകരുത്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് ഭയങ്കര കെയറിങ്ങും ഇഷ്ടങ്ങളും പാമ്പറിങ്ങും ഒക്കെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ വിശ്വസിച്ച് പോകുമായിരിക്കാം. അയ്യോ, അവരെന്ത് കെയറിങ് ആണല്ലേ, അവരെന്ത് സ്നേഹമാണല്ലേ. അയാൾക്കും അവിടെ ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചോളുക. അയാൾ ശരിക്കും അങ്ങനെ കെയറിങ്ങും പാമ്പറിങ്ങും ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ ചൂസ് ചെയ്യുമോ? ഇല്ല, അല്ലേ? അയാൾ വേറൊരു ബന്ധത്തിലോട്ട് എന്തിന് പോകുന്നു?
അല്ലേ? അപ്പോൾ അയാൾ ഈ പറയുന്ന എല്ലാവർക്കും, ഈ കെയറിങ് കാണിക്കുന്ന, ഈ പാമ്പറിങ് കാണിക്കുന്ന എല്ലാവരുടെയും നമ്മൾ ലൈഫ് കൂടെ ഒന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു 3-4-5 മാസം കഴിയുമ്പോഴത്തേനും അറിയാം ഇവരുടെ കറക്റ്റായിട്ടുള്ള സ്വഭാവങ്ങൾ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ പുറമേ കാണിക്കുന്ന ഈ ഒരു മോടി പിടിപ്പിച്ച ആ ഒരു ക്യാരക്ടറിലൊന്നും ഒരാളും വിശ്വസിക്കേണ്ട. ഈ പുറമേ കാണിക്കുന്ന കെയറിങ്ങിലും പാമ്പറിങ്ങിലും അതൊന്നുമല്ല. ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ടല്ലേ. ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ കെയറിങ്ങും പാമ്പറിങ്ങും കാണിക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്കൊരു ഫിനാൻഷ്യലി സപ്പോർട്ട് തരേണ്ട കാര്യമുണ്ടോ? അതായത് അന്യൻ്റെ ഭാര്യയാണ്, പുറത്തുനിന്ന് വരുന്നവനാണ് അവന് ഈ ഒരു ഭാര്യയ്ക്ക് കൊണ്ടുപോയി ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പൈസ മുടക്കേണ്ട അങ്ങനെ ഒരു ആവശ്യങ്ങളും വരില്ല. അങ്ങനെ ഒരു ആവശ്യങ്ങളുമില്ല. അതൊരു പക്ഷേ ഇവിടെ ഈ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. പിന്നെ എക്സ്ട്രാ പുറത്തുനിന്ന് കിട്ടുന്നത് എന്താ? ഈ ഒരു ലവും കെയറുമാണ്. അപ്പം ആ ഒരു കാര്യം മാത്രം കാണിച്ച് ആ ഒരാളെ ഇവിടെ ലൈഫിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ടോട്ടലി ലൈഫ് തന്നെ ടോട്ടൽ ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം അയാൾ കാണിക്കുന്ന ഈ ഒരു കെയറിങ്ങും പാമ്പറിങ്ങും ഒന്നും സത്യസന്ധം ആകണമെന്നില്ല. ഓക്കെ, അയാൾ ചിലപ്പം വെറും ടൈം പാസിന് വേണ്ടിയായിരിക്കും. നമ്മളുടെ പല സിറ്റുവേഷൻസും അല്ലെങ്കിൽ നമ്മുടെ ഒറ്റപ്പെടൽ, ഇവിടെ കാണിക്കുന്ന ഈ ഒറ്റപ്പെടലുണ്ടല്ലോ, ആ ഒരു ഒറ്റപ്പെടലിനെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നൊരു വ്യക്തിയായിരിക്കാം അത്. അയാളുടെ സ്വഭാവം പോലും ചിലപ്പോൾ അതാകണം എന്നില്ല. ഓക്കെ, ഇവിടെ ഉണ്ടായ ഈ മുറിവ് മാറ്റാൻ വേണ്ടി ഇവിടെയുള്ളവരെ ചൂസ് ചെയ്യുമ്പോൾ ആലോചിക്കുക. ആ ആളെപ്പോഴും ഒരു മാസ്ക് ഇട്ടിട്ടായിരിക്കും നമ്മളുടെ മുന്നിൽ വരുന്നത്. ഇവിടെ കഴിഞ്ഞും കൂടുതൽ പെയിൻ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് അവസാനം വലിയ ഡിപ്രഷനിലേക്ക് പോകുന്നേക്കാൾ നല്ലത് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പറഞ്ഞു തീർക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എത്ര പറഞ്ഞിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. ഇതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാൻ നോക്കുക. നമ്മുടെ മൈൻഡിനെ ഒത്തിരി മാറ്റാണ്ട് നമുക്ക് പറ്റും. നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പകാലത്തിൽ ഉണ്ടായ എന്തെങ്കിലും മോശം ഇഷ്യൂസ്, നമ്മളെ പേടിപ്പിക്കുന്ന തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നുണ്ടായ എന്തെങ്കിലും കാര്യങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാവുക, അല്ലേ? അങ്ങനെയുള്ള കുറേ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടുണ്ടായ പേടികൾ, ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമുക്ക് സ്ത്രീകൾക്ക് പലപ്പോഴും അവർ പല ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലേ? അതായത് പ്രഗ്നൻസി ഉണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കേണ്ട കാര്യം, അതൊക്കെ ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് അത് പോകുന്നത്. ഇതൊക്കെ ഈ ആണുങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ജോലി ഉണ്ടാവും, ജോലിയുടെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ സെയിം ഈ ഒരു സ്ത്രീയും ഇതുപോലെ ഒരുപാട് ടെൻഷൻസിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ടത് പൈസ, സൗകര്യങ്ങൾ, കാര്യങ്ങൾ, ആഹാരം, ഇതൊക്കെ വേണം. പക്ഷേ അവൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ കെയറിങ്ങും പാമ്പറിങ്ങും ഒന്ന് ചേർത്ത് പിടിച്ച് കുറച്ച് നേരം ഒന്ന് അടുത്തിരിക്കുക, ഇതൊക്കെയാണ് വേണ്ടത്. അതേ അവൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് വിലപിടിപ്പുള്ള ഗിഫ്റ്റ് വേണം അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. ഒന്ന് കൈ പിടിച്ചൊന്ന് കുറച്ച് നേരം ഒന്നിരുന്ന് വർത്താനം പറഞ്ഞാൽ മതി, അവളുടെ മുഖത്ത് നോക്കി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ മതി. അവിടെ തീരും അവളുടെ പ്രശ്നങ്ങളൊക്കെ. അത്രയേ ഉള്ളൂ അവളെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അതില്ലാതെ വരുമ്പോഴാണ് അവളുടെ ചിന്ത പല രീതിയിലേക്ക് പോകും. ചിലവർ സൂയിസൈഡ് എന്നുള്ള രീതിയിലേക്ക് പോകും, ചിലവർ ഡിവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് പോകും, ചിലവർ സ്വയം നശിപ്പിക്കാനായിട്ട് നോക്കും, ചിലവർ ഈ പറയുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനെ പോകും. കാരണം ഈ സ്ത്രീകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ചൂഷണം ചെയ്യാൻ, എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പലരും അടുത്ത് കൂടിയെന്ന് വരാം. അപ്പോൾ പെട്ടെന്ന് ആ ഒരു തകർന്ന മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ആ ഒരു മാനസികാവസ്ഥയെ പല രീതിയിൽ ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് എക്സ്പ്ലോയിറ്റ് ചൂഷണം ചെയ്യുവാണെന്നുള്ളത് ഇവൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഒരുപാട് വൈകും. ചിലപ്പോൾ അവളുടെ പല രീതിയിൽ അവളെ ആ ഒരു വ്യക്തി ചിലപ്പോൾ ചൂഷണം ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. നമുക്ക് നമ്മളെ മാറ്റാൻ നോക്കുക. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഉള്ള ഒരു ബൗണ്ടറി നമ്മളെപ്പോഴും സെറ്റ് ചെയ്തിടുക. നമ്മുടെ ലൈഫിൽ അത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ബൗണ്ടറി എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളെപ്പോഴും നമുക്ക് ആസ് എ പേഴ്സൺ നമ്മളെപ്പോഴും ഉണ്ടല്ലോ, നമ്മളെക്കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. എനിക്കുണ്ട്, അത് പണ്ട് തൊട്ടേ ഉള്ളതാണ് കേട്ടോ. ഇത് ആരും പറഞ്ഞു തന്നിട്ടുള്ളതല്ല. ഞാൻ ഡിഗ്രി പഠിച്ചത് ഇംഗ്ലീഷ് BA ലിറ്ററേച്ചറായിരുന്നു. അപ്പോൾ ഈ ലിറ്ററേച്ചറിൽ കുറേ ഇങ്ങനെ കവിതകളും അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. നമ്മുടെ ലൈഫിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. ചിന്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരും കേട്ടോ. അപ്പം ഞാൻ പണ്ട് തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ഇതാണ്, എനിക്ക് എന്നെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതിൽ വഴി ഞാനൊരു ബൗണ്ടറി എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യങ്ങൾ ആയിട്ടുള്ള അവളെ ഒരിക്കലും ഞാൻ ആ ബൗണ്ടറി ഇപ്പുറം ഞാൻ കടത്തില്ല.
എനിക്ക് വേണ്ടി ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കാര്യങ്ങൾ അത് എൻ്റെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു കാര്യങ്ങളിൽ ഇടപെട്ട് വേറെ ആരെയും ഒരു ഡിസിഷൻ എടുക്കാനോ എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ തീരുമാനിക്കുന്നോ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട്. ആരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതല്ല. എൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി അതിൽ അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം ഞാനും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കൾ നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കും. അതിന് പുറത്തുള്ള ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അത് അഭിപ്രായങ്ങളായിരിക്കണം, അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കലാവരുത്. ഓക്കെ, അപ്പം നമ്മുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ നമ്മളെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനനുവദിക്കരുത്. അനാവശ്യമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ ഒരാളെ അനുവദിക്കരുത്. ആ ഒരു ബൗണ്ടറി എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ളൊരു ഫ്രീഡം ഒരാൾക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ ഒരു ഗ്യാപ്പ് ഇട്ടേക്ക്, ഞാൻ പറയാം, ഒരു ഡിസ്റ്റൻസ് ഇടുക. ആ ഒരു ഡിസ്റ്റൻസിന് ഇപ്പുറം, ആ ഒരു ബൗണ്ടറിക്ക് ഇപ്പുറം വരാനായിട്ട് ഒരാളെയും സമ്മതിക്കാതിരിക്കുക. ഓക്കെ, ഇതൊക്കെയും നമ്മുടെ ലൈഫിനെ പല രീതിയിൽ നെഗറ്റീവ് ആയിട്ട് ബാധിക്കും, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട്. അപ്പം നമ്മുടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ എപ്പോഴും ഇച്ചിരി ചുരുങ്ങിയതായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് നമുക്കൊരു 10-20 ഫ്രണ്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ നമുക്കൊന്ന് കൂടെ ഇരിക്കാനും നമുക്ക് അത്രയും വിശ്വസിച്ച് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന 1-2 പേര് മതി. ഒരുപാട് പേരുടെ ആവശ്യമൊന്നുമില്ല. നേരത്തെയൊക്കെ എനിക്ക് ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു കേട്ടോ. അയ്യോ, എനിക്ക് ആരോടെങ്കിലും എൻ്റെ വിഷമം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് നമ്മൾ ആരോടൊക്കെ വിഷമം പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഞാൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ അത് കുറ്റമായിട്ട് പറയുക, അല്ലെങ്കിൽ അങ്ങനെ വന്നത് നന്നായി, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നത് കേട്ടോ. ആ സമയത്ത് നമ്മൾ മെൻ്റലി വീക്ക് ആയതുകൊണ്ടാണ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആയതുകൊണ്ടാണ് നമുക്ക് പലരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമുക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ മെൻ്റലി വീക്ക് ആയതുകൊണ്ടാണ്. അപ്പം ഈ മെൻ്റലി വീക്കാണെങ്കിൽ നമ്മളെ ഫിസിക്കലി നമ്മളത് അഫക്റ്റ് ചെയ്യും. നമ്മൾ പല ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് നമ്മൾ ആദ്യമേയൊക്കെ നമ്മളെല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ട് വേണം, അല്ലാതെ പറ്റത്തില്ല, എനിക്കൊരാളോട് പറയണം, അല്ലാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ താഴെ വീണ് പോകും, എനിക്കൊരാളില്ലാതെ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിൽ പോകും. അതിനുശേഷം പതുക്കെ എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്താരീതി വന്നതിന് ശേഷം നമ്മൾ പതുക്കെ ചേഞ്ച് ആവുന്നു. നമ്മളെ സർക്കിളൊക്കെ മാറി ചുരുങ്ങിയ സർക്കിളിലേക്ക് വരുന്നു. എന്നാലും വീണ്ടും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ഈ കുറച്ച് പേരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നു. വീണ്ടും ഈ സർക്കിൾ അങ്ങ് ചുരുങ്ങി വീണ്ടും ചെറുതാവുന്നു. നമ്മൾ കുറേ റിയാലിറ്റികൾ മനസ്സിലാക്കുന്നു. നമ്മൾ കുറേ സ്ട്രെസ്സിലൂടെയും ഡിപ്രഷനിലൂടെയൊക്കെ പോകുന്നു. വീണ്ടും ആ സർക്കിൾ ചുരുങ്ങി ശരിക്കും അവസാനം ഉണ്ടല്ലോ, നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇമോഷണലി അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. നമ്മൾ അവർ ഓൺ കമ്പനി, അതായത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ബെസ്റ്റ് കമ്പനി ഞാനാണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ഫേസ് വരും. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഫേസ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന, ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങാൻ പറ്റുന്ന, എല്ലാവർക്കും ധൈര്യമായിട്ട് ലൈഫ് ലോങ് എന്തും ചെയ്യാനായിട്ട് കോൺഫിഡൻസ് തരുന്ന ഒരു അടിപൊളി കമ്പനി നമ്മുടെ അവർ ഓൺ കമ്പനി തന്നെയാണ്. ട്രസ്റ്റ് യുവർ സെൽഫ്. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇവരെ ഒന്നും വിശ്വസിക്കേണ്ട എന്ന് വെച്ചാൽ നല്ല വ്യക്തികളും ഉണ്ടാവും. പക്ഷേ നമുക്ക് കിട്ടിയ പല അടികളും കാരണം നമുക്ക് പിന്നെ ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാവും. പക്ഷേ നമ്മൾ കുറേ കഴിഞ്ഞ് ഈ ലെസൺസൊക്കെ ലേൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറേ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയല്ലോ. അവസാനം നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ രീതിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അയാൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇയാൾ റിയലാണോ, ഇയാൾ എന്താണ് ഇയാളുടെ ഇൻറ്റ്യൂഷൻ എന്താണ്, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തേർഡ് ഐ ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും ഒരാളോട് സംസാരിക്കുമ്പം അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ആ മെഡിറ്റേഷനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മുടെ ഇത്രയും നാളും ജീവിച്ച ഒരു മനുഷ്യൻ അനുഭവിച്ച കാര്യങ്ങളും എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ, എന്തൊക്കെ പ്രഷറുകൾ. അതായത് പല ബന്ധങ്ങളിലും നമ്മൾ ഒരുപാട് വിശ്വസിച്ച, നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ട, അങ്ങനെ ചേർത്ത് നിർത്തിയ ബന്ധങ്ങളാണ് എപ്പോഴും വേദനിപ്പിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് പല മെസ്സേജിൽ കൂടിയും മെയിലിൽ കൂടിയൊക്കെ മനസ്സിലായിട്ടുള്ളത്. സത്യമാണത്. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടി ഇങ്ങനെ കടൽ പോലെ പ്രശ്നങ്ങൾ അതും ഇതുമൊക്കെ ആയിട്ട് വന്ന ഒരു മനസ്സിനെ നമ്മളൊരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പോയിന്റിൽ എത്തിച്ചിട്ട് നമ്മൾ ഫുൾ ക്ലെൻസ് ചെയ്ത് മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തെടുക്കുവാണ്, പുതിയൊരു വ്യക്തിയാക്കി എടുക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുമോ?
ഇല്ല, നമ്മളത് കുറച്ച് നാളങ്ങ് ട്രൈ ചെയ്യേണ്ടി വരും. നമ്മളതിനുവേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മാറുന്നുള്ളൂ അല്ലേ? നമ്മൾ മാറണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ മാറുന്നുള്ളൂ. നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമുക്ക് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരൊന്നും മാറാൻ പോകുന്നില്ല. അവരെ മാറാൻ നമ്മൾ ശ്രമിക്കുന്നുമില്ല, മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുമില്ല. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ മാറ്റുവാണ്. കൂടെയുള്ള ആൾക്കാരൊന്നും ഇത് അറിയുന്നുമില്ല, അവരെ മാറ്റാൻ നമ്മളൊന്നും ചെയ്യുന്നുമില്ല. കാരണം ചെയ്യണ്ട, അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുകയേ വേണ്ട, വെറുതെയാണ്. നമ്മൾ അവരെ മാറ്റണമെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഫോൾട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ മാറാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വ്യക്തികളുടെയൊക്കെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അവരൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ വീണ്ടും ഈ നെഗറ്റീവ് എനർജി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മളുടെ പുറകെ വരും. ഓക്കെ, ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ മെഡിറ്റേഷൻ പാത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും, അതൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മെഡിറ്റേഷൻ ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇവരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളിതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടും നമ്മുടെ പക്ക ആറ്റിറ്റ്യൂഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ആ ഒരു കാര്യം തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് എത്ര നെഗറ്റിവിറ്റി ഉണ്ടായാലും എത്ര ഇഷ്യൂസ് ഉണ്ടായാലും ഒന്നും നമ്മളെ തളർത്താൻ പറ്റില്ല. ഞാൻ പലപ്പോഴും എപ്പോഴും വീക്കായി പോകുന്നത്, ഇപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ അസുഖമായിട്ട് മിക്കവാറും ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റൊക്കെ എപ്പോഴും മഞ്ഞും അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റല്ല, കുഞ്ഞു കുട്ടികൾക്ക് പെട്ടെന്ന് ബാധിക്കും അതെല്ലാം. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ ഒരാൾക്ക് പനിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇളയാൾക്കും വരും. അപ്പോൾ ഈ 2 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ അപ്പോൾ അവിടെ ഭയങ്കര ഒരു സ്ട്രെസ്, ഞാൻ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ. ഒരാളെ അവിടെ നെബുലൈസേഷൻ ചെയ്യുമ്പോൾ ഒരാളെ ഇവിടെ ട്രിപ്പിട്ട് കിടത്തുമായിരിക്കും. അപ്പം ഞാൻ 2 പേരുടെ ഇടയിലായിട്ട് ഞാനപ്പോൾ എനിക്ക് ആദ്യമേയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒരുപാട് ഇരുന്ന് ടെൻഷൻ അടിച്ച് കരഞ്ഞിട്ടൊക്കെ ദൈവമേ എന്ത് ചെയ്യും അങ്ങനെ. പക്ഷേ പിന്നെ നമ്മൾ ഈ സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ കുറേ അധികം സ്ട്രോങ് ആവേണ്ടതുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ ഇപ്പം ഒരു റിയാലിറ്റി ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മളിത് എങ്ങനെയാണെങ്കിലും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അത് കരഞ്ഞിരുന്നിട്ടോ നെഗറ്റീവ് അടിച്ചിട്ടോ ഡിപ്രഷൻ അടിച്ചിട്ടോ കാര്യമില്ല. ലൈഫ് വേണ്ടാന്ന് വെക്കാനും അവസാനിപ്പിക്കാനും ഈസിയാണ്, നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് സാധിക്കും. അതിൻ്റെ പകുതി ധൈര്യം മതി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിനെന്താ വേണ്ട? മനസ്സ് ധൈര്യമായിട്ടിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് ഈ ലൈഫിൽ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ സ്ട്രോങ് ആയിരുന്നാൽ മതി, നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിരുന്നാൽ മതി. കുറ്റം പറയാനും നമ്മളെ കുറവ് പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും, അതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് പിന്നീട് ഞാൻ ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും അസുഖം വന്നാൽ, പനി വന്നാൽ പോലും അതിനൊക്കെ കളിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. കളിയാക്കിയ ആൾക്കാർ എന്ന് വെച്ചാൽ എന്താ, ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം വന്നിട്ട് അല്ലെങ്കിൽ പനി ജലദോഷമൊക്കെ വരുന്നതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിനൊക്കെ എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട്. അപ്പം അസുഖങ്ങൾക്ക് വരെ കളിയാക്കുന്ന അത്രയും ക്രൂരത നിറഞ്ഞ ആൾക്കാരും ആ ഒരു മനസ്സുള്ള ആൾക്കാരാണ് ഇപ്പോൾ ലോകത്തുള്ളത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധറാകേണ്ട ആവശ്യമില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കും, നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാത്തടത്ത് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച് പോയ ചില മനുഷ്യരുണ്ടാവും. അവിടെ കർമ്മ എന്നുള്ളൊരു കാര്യമുണ്ട്, അത് മാത്രം വിചാരിക്കുക. അത് ആ ഒരു വിഷമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത് കാലം അവർക്ക് കാണിച്ചു കൊടുക്കും എന്നുള്ളതൊക്കെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനെ അങ്ങനെ അങ്ങ് വിട്ടോളുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞാലും മിണ്ടാതെ പോകണമെന്നല്ല, നിങ്ങൾക്ക് മറുപടി പറയേണ്ട, നിങ്ങൾക്ക് നോ പറയണം എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നോ പറയാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്തതിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. കാരണം പിന്നീട് എല്ലാ പ്രശ്നങ്ങളും കൂടി ഇരുന്ന് ഒരുമിച്ച് അനുഭവിച്ച് ചിലപ്പോൾ ലൈഫ് തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയായിപ്പോവും. കാരണം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ തീരെ ഒട്ടും പലരും പറയാനുണ്ട്, ഹസ്ബൻഡ് തീരെ ഒന്നും സംസാരിക്കാൻ പോലും വരുന്നില്ല, ഒട്ടും സപ്പോർട്ടീവ് അല്ല, ആ ഒരു രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് നോക്കുക. കൗൺസിലിംഗ് എന്ന് പറയുമ്പം ശരിക്കും അവിടെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മനസ്സിലുള്ള ആ ഒരു പ്രോബ്ലംസിനെയൊക്കെ ഒന്ന് റിസോൾവ് ചെയ്ത് കൊടുക്കുക, അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു രീതിയാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കൗൺസിലിങ്ങിന് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അല്ലാതെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് വേറൊരു റിലേഷൻ നോക്കി പോകുന്നത് തെറ്റായ തീരുമാനമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.
അപ്പോൾ മെഡിറ്റേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ഇഷ്യൂസ് വരുമ്പം നമ്മൾ ആരെങ്കിലും അത്രയും താഴ്ന്നിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കണം. അല്ലാതെ നമ്മുടെ ഒരു വിഷമത്തെ ഇരുന്ന് കേട്ടിട്ട് പിന്നീട് ഈ പുറകിൽ നിന്ന് പണി തരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും കൂടെ പോലും നിർത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ നമ്മൾ പറയുന്ന പല വിഷമങ്ങളും ഉണ്ടല്ലോ, പിന്നീട് അവർക്കെടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ആയുധം പോലെയാണ് പലരും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മോശം അവസ്ഥ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരാളെയും അനുവദിക്കരുത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് വളരെയധികം സെലക്റ്റീവ് ആയിരിക്കണം. നമുക്ക് ഒരുപാട് പേരുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യമേ ഉള്ളൂ നമ്മളുടെ കൂടെ നിൽക്കാനായിട്ട്. അത് മതി, അത് തന്നെയാണ് നല്ലത്. ഒരുപാട് 10-30 കൂട്ടുകാരെയൊന്നും ആവശ്യമില്ല. ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. നമുക്ക് ഏത് സമയവും നമുക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ആരായിരിക്കണം. പിന്നെ അവർ ഈ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ലൈഫ് ലോങ് അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. നമ്മൾ ഈ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് പ്രശ്നങ്ങൾ സ്ട്രെസ് സമയത്ത്, നമ്മുടെ ഡിപ്രഷൻ സമയത്ത് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുവഴി നമ്മൾ പതുക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാനും നോക്കണം. ലൈഫ് ലോങ് ഒരാളിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരിക്കലും നല്ലതല്ല. അത് ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളിൽ തന്നെ എപ്പോഴും ഡിപ്പെൻഡായി ഇരിക്കാതിരിക്കാൻ നോക്കുക. റിലേഷൻഷിപ്പിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിന് തീർച്ചയായിട്ടും പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമം തീർക്കാനായിട്ട് അതായത് അങ്ങനെ ഒരു സുഹൃബന്ധങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലതൊക്കെ എക്സ്ട്രാമായിട്ടുള്ള അഫെയർ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവസാനം ഈ പറയുന്നത് പോലെ ഈ കാണിക്കുന്ന സ്നേഹങ്ങളെല്ലാം സത്യസന്ധമായിരിക്കണം എന്നില്ല. ഈ വരുന്ന വ്യക്തികളൊക്കെ ചിലപ്പം ഏറ്റവും വലിയ മാസ്ക് ഇട്ടിട്ടായിരിക്കും വരുന്നത്. അവരുടെ വീട്ടിൽ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അവരുടെ വൈഫിനോട് ഈ 100% ഇതുപോലെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ പോയി ജീവിച്ചാൽ ചിലപ്പോൾ അറിയാമായിരിക്കും. ഒരു 3-4 മാസം കഴിഞ്ഞാൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും ശരിക്കും അയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഇതിലും വലിയ പ്രശ്നത്തിലേക്കായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ കൂടെയുള്ള വ്യക്തികളെ മാക്സിമം ഒന്ന് റെഡിയാക്കാൻ നോക്കുക. കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് എപ്പോഴും നോക്കുക. ഈ പല സൗഹൃദങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആശ്വാസം മാത്രമായിരിക്കാം തരുന്നത്. നമ്മളെ ക്യൂർ ചെയ്യാനായിട്ടും നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണമെന്നേ ഇല്ല. അവസാനം ഏറ്റവും വലിയ തകർച്ചയിലായിരിക്കും അത് അവസാനിക്കുന്നത്. സോ അതിൻ്റെ ആവശ്യമില്ല. എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ കുറേ ഫേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. ആ ഒരു ഫൈനൽ ഫേസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ ഓൺ കമ്പനി നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. നമ്മളെ തന്നെ ആദ്യമേയൊക്കെ ലോൺലിനെസ് ഭയങ്കര വിഷമമായിട്ടൊക്കെ തോന്നും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതാണ് ഏറ്റവും നല്ലത് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് എത്രമാത്രം നല്ലൊരു കാര്യമാണെന്നുള്ളത്. കാരണം നമുക്ക് ഈ ഒറ്റയ്ക്കാകുന്നുള്ളതുണ്ടല്ലോ, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നുള്ളത്, അതിനെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ പാമ്പർ ചെയ്യാനും ആ ഒരു ഫേസിലാണ് നമ്മൾ ഈ സ്ട്രെസ്സ് ഡിപ്രഷനൊക്കെ റിമൂവ് ചെയ്ത് മെഡിറ്റേഷൻ ആ ഒരു ഫേസിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കരിയർ വൈസും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അങ്ങനെ പല ഏരിയാസിൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് നോക്കാം. അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് വേറെ ഒരു കാര്യങ്ങളിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം തരും എന്നേ ഉള്ളൂ. കുറേ കഴിയുമ്പോഴത്തേനും ഇതിലും വലിയ വലിയ വേദനകൾ സമ്മാനിച്ചിട്ടായിരിക്കും പോകുന്നത്. ആ ഒരു മുറിവൊന്നും ചിലപ്പോൾ ഒരിക്കലും ഈ ലൈഫിൽ ഉണങ്ങാത്ത മുറിവുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് നമ്മളെ പാമ്പർ ചെയ്യാൻ, നമ്മളെ കെയർ ചെയ്യാനായിട്ട്, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അതാണ് ഈ മെഡിറ്റേഷൻ നല്ല പർപ്പസ് കേട്ടോ. നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളെ ക്ലെൻസ് ചെയ്തെടുക്കുക, നമ്മളെ തിരിച്ചറിയുക, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക, നമ്മുടെ കഴിവിനെ നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകും നമ്മുടെ എല്ലാ മേഖലകളിലും. അത് കരിയറിലാണെന്നുണ്ടെങ്കിലും പേഴ്സണാലിറ്റിയിലാണെന്നുണ്ടെങ്കിലും എവിടെയൊക്കെ നമുക്ക് പഠിക്കണം. അത് ഇനി അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ കൗൺസിലിംഗ് സെക്ഷനിൽ വന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ ട്രോമയിലായിരുന്നു എന്നോട് വന്ന് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എത്രയോ അധികം എന്നുവെച്ചാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10th ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ +2 ചെയ്തുകൊണ്ടിരിക്കുന്നു.
പക്ഷേ ഏജ് 28 27 അത്ര എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതിൽ ആ ആൾക്ക് ആ മെയിൽ അതിലുള്ള ആ പുരുഷന് ഒരു കുഴപ്പമില്ല, അയാൾ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. തകർന്നും ഇല്ലാതായി നടക്കുന്നത് ഈ ഒരു പെൺകുട്ടി മാത്രമാണ്. അപ്പം ഇനി അത് വെച്ചിട്ട് അടുത്തൊരു വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തട്ട് കിട്ടിയാൽ അവൾ തീർന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ സ്വയം ഒന്ന് റെഡിയാവാം, മെൻ്റലി ഫിസിക്കലി നമുക്കൊന്ന് റെഡിയാവാം. അതിനുശേഷം നമുക്കൊരു കരിയർ ബിൽഡപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് മാത്രം മതി വേറെ. അപ്പം അപ്പോഴേക്കും ഈ നമ്മൾ ആ ഒരു പെൺകുട്ടി അവിടെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് അവൾക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രാപ്തിയാവും അവിടെ. അപ്പം അത് കഴിഞ്ഞിട്ട് അവൾക്ക് തന്നെ തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. അതായിരിക്കും ശരിയായിട്ടുള്ളൊരു തീരുമാനം. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ കൗൺസിലിങ്ങിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്.